വെൽക്കം ബാക്ക് ടു സിംസ് ക്യൂഡേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്ന് മെയ് 21 ക്രിസുവിൻ്റെ ബർത്ത്ഡേ ആണ്. ക്രിസുവിൻ്റെ ബർത്ത്ഡേ കൂടാണ്ട് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ കൂടി ബർത്ത്ഡേ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫുള്ള് മെയ് തന്നെയാണ് ബർത്ത്ഡേ. അപ്പോൾ ചിന്നുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു, അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞു, അപ്പയുടെ ബർത്ത്ഡേ കഴിഞ്ഞു, ഇന്ന് ക്രിസുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇനിയും എൻ്റെ ബർത്ത്ഡേ കൂടി ഉള്ളൂ. പിന്നെ ക്രിസുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ക്രിസുവിന് വെച്ച് ബാക്കി എല്ലാവർക്കും ചുമയും ജലദോഷമൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല. പിന്നെന്താ, ചിന്നുവിൻ്റെ ബർത്ത്ഡേ മെയ് 8-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്ക് മുറൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളും കേക്ക് കട്ടിങ് കേക്ക് എന്നൊക്കെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ചായ കൂടിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ബർത്ത്ഡേ ബോയ് എവിടെയാണ്? അവൻ രാവിലെ തന്നെ കളിക്കാൻ പോയിട്ടുണ്ട്. ഇതേ കണ്ട, അവനവിടെ അപ്പുറത്തെ വീട്ടിൽ, ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലോട്ടോ, അത് അവിടെ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 2 കുഞ്ഞു പിള്ളേരുണ്ട്, അവരുടെ കൂടെ കളിയായിരിക്കും. ഞാനിപ്പോൾ വിളിച്ചിട്ടാണ് ഈ മതിലൊക്കെ ചാടി വന്നത്. പിന്നെന്താ, അവൻ രാവിലെ തന്നെ പോകുന്നുണ്ട്. അവൻ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരെ കിട്ടിയാലും മതി അവൻ കളിച്ചോളും. എന്നിട്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോഴോ അല്ലെങ്കിൽ വിശക്കുമ്പോഴൊക്കെയാണ് ഇങ്ങോട്ട് കയറുന്നത്. കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും അവിടെ TV വെച്ചുകൊണ്ടിരിക്കുകയുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് പിന്നെയും കളിക്കാൻ തന്നെ പോകും. ഇത് നമുക്ക് രാത്രിയിലത്തേക്കുള്ള ചിക്കൻ ഞാൻ അടുക്കളയിൽ കൊണ്ടുവച്ചതാണ്. പിന്നെ നമുക്ക് ചിക്കനിൽ ഇടാൻ വേണ്ടി കാഷ്നട്ടിൻ്റെ തൊണ്ട് കളയണം. അങ്ങനെ ഞാനും ക്രിസും കൂടി തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട നന്മയുള്ള മനസ്സുകൊണ്ട് എന്നെ സഹായിക്കണതാണ്. എവിടെ സോപ്പിട്ടൊട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇവിടെ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, കളിയുടെ ക്ഷീണമൊക്കെ മാറ്റാൻ. എൻ്റെ കൂടെ അമലുണ്ട്. ഹായ്. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ അനിയത്തി ചിന്ന എവിടെയാണ്? ഞങ്ങൾക്ക് നല്ല തൊണ്ടവേനായിട്ട് അവൾ കിടക്കാണ്, റെസ്റ്റ് എടുക്കാണ്, അതുകൊണ്ടാണ് അവൾ വരാത്തത്. ഏതായാലും ക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിൽ അത് ഒതുക്കാൻ പാടില്ല. ഒരു ചേച്ചി എന്ന നിലയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണം. പണം എനിക്കൊരു പ്രശ്നമല്ല. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നല്ല, പ്ലാൻ ചെയ്തു. ആ ഗിഫ്റ്റ് വന്നു. ഓൺലൈൻ ഓൺലൈനായിട്ടാണ് മേടിച്ചത്. അവന് ഇഷ്ടമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ഈ ആനിമൽസും ഡൈനോസേഴ്സൊക്കെയാണ്. അപ്പോൾ ഡൈനോസറിൻ്റെ 2 പ്രൊഡക്ട്സ് ഞാൻ ഓർഡർ ചെയ്തു മീഷോന്ന്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതെന്താണെന്ന് നിങ്ങൾ കൊടുത്ത് പറഞ്ഞാൽ മതി, സർപ്രൈസ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തത് ഡൈനോസർ, പക്ഷെ വന്നത് യൂണിക്കോണും പിന്നെ എന്താ ട്രെയിനും. ഒരു സെറ്റിൽ 2 പ്രൊഡക്റ്റ് ഉണ്ട്. 121 റുപ്പീസിനാണ് കിട്ടിയത്. നല്ല ലാഭമാണ്. സാധനം ഇഷ്ടമാണ്, പക്ഷെ തീമാണ് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പാക്ക് ചെയ്യാം. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ മുറ്റത്ത് സൈക്കിളോട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിന്നു പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ചിന്നുവിൻ്റെ തൊണ്ടവേനൊക്കെ കുറവുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേവരത്തിനോടെ നൈസായിട്ട് വീണിട്ടുമുണ്ട്. ഇവിടെ ഞങ്ങളുടെ 3 സൈക്കിളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ലോഡൊക്കെ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പെരും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ മഴയൊക്കെ പെയ്യണേ. കുറേ നാളിങ്ങനെ ചൂടൊക്കെ ആയിട്ടിരുന്നു, പിന്നെ ഇപ്പോഴാണ് മഴയൊക്കെ പെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുളിച്ചു. എന്നിട്ട് ഞാൻ തലയിൽ പഞ്ചാബികളുടെ വല്ല തോർത്തൊക്കെ ഇട്ട് പല്ല കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ. ഞങ്ങൾ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ ചായ കുടിക്കാറ്. അപ്പോഴാണ് ഞങ്ങൾക്ക് ചായയൊക്കെ കുടിക്കാൻ തോന്നുള്ളൂ. ഞാനിവിടെ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ മാറ്ററിയിൽ നിന്ന് വിട്ടുപോയെന്നൊരു സംശയം. കാരണം ഞങ്ങൾ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞാണല്ലോ വന്നത്. എന്നിട്ട് ഞങ്ങളുടെ ഓരോ കോപ്പറയല്ലേ കാണണേ. എന്തായാലും കേക്ക് കട്ടാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കതിന് ബലൂൺ വെറുപ്പിക്കലെന്ന് തന്നെ തുടങ്ങാമല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബലൂണൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാട്ടോ നമ്മൾ ബലൂണൊക്കെ വെറുപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്ത ശേഷമുള്ള അവസ്ഥ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ കേക്ക് കട്ടാൻ എത്തിയിട്ടുണ്ട്. അതേ ഇപ്പം ഗിഫ്റ്റ് പൊട്ടിക്കലിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വന്ന എല്ലാവരും അവന് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ.
പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഡയറി മിൽക്കാണ്. അവന് 5 ഡയറി മിൽക്ക് കിട്ടി. പിന്നെ ഇപ്പോൾ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്നുവിൻ്റെ ഗിഫ്റ്റാണ്. അവളൊരു ഡയറി മിൽക്കും ഐക്യാൻ്റെയാണ് കൊടുത്തേട്ടോ. ഇനി എല്ലാവർക്കും ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്നാണ്ടേ, ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. ഇതൊരു മാജിക് വാട്ടർ കളറിങ് ബുക്കാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇതിനോട് കിട്ടുന്ന ഒരു പെന്നിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് ഈ ബുക്കും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കളറാവണത്. ഇതെന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്രിസുവിന് കൊടുത്ത ഗിഫ്റ്റ് ആണെങ്കിലും ചിന്നുവിനും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ യൂണിക്കോണിൻ്റെ അതിലായിരുന്നു അവളുടെ കണ്ണ് ഫുള്ള്. അവൾ അതിനകത്ത് കുറേ പെയിൻ്റൊക്കെ അടിച്ചിട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പവും ചിക്കൻ കറിയായിരുന്നു സ്പെഷ്യൽ. അത് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.